നമുക്കിന്ന് മുരിങ്ങയിലും ചക്കക്കുരു ഇട്ട കറി റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് അളവിന് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 5 ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 2 സ്പൂണ് കശ്മീരി മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ഇടാം. ഇനി അടുത്ത അതിൽ കുറച്ച് ജീരകം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/2 കപ്പ് അളവിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി അത് സൈഡിൽ വെച്ച് ചട്ടി നല്ല ചൂടായി വന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിലേക്ക് കടുക് ഇട്ടെടുക്കുക. കടുക് നല്ല പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ച് ഇട്ടെടുക്കുക കേട്ടോ. അത് നല്ലോണം വാട്ടിയെടുക്കുക. അതിലേക്ക് നമ്മൾ വട്ടൽ മുളക് ഒരു 6 പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം വാട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില നിർബന്ധമല്ല, ഞാൻ എൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. ഇവിടെ ഞാൻ മുരിങ്ങയില നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഫ്രഷൊന്നല്ല, ഒരു 3 ദിവസമായി ഫ്രിഡ്ജിൽ, അതുകൊണ്ടാണ് ഈ കളർ കേട്ടോ. ഇത് നല്ലോണം ഇട്ടിട്ട് നല്ലോണം വാട്ടിക്കൊടുക്കാം. മുരിങ്ങയിലേന് അത്ര വേവൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് വേഗം വാടി പോട്ടോ. അപ്പോൾ നല്ല വേവില്ലാത്ത ഇലയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം വാട്ടി കൊടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കറിവിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലോണം വാട്ടാം. ഞാൻ ഒരു വെള്ളം ഇതിൽ ഒഴിച്ചിട്ടില്ലേ, ഇത് വന്നിട്ട് മുരിങ്ങയില താനെ വിട്ട വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം വാട്ടിയെടുക്കുന്നേരം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അതിലിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്യാം. ആ പച്ച വാസന പോകുന്ന വരെ നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റിൻ്റെ ജാറിൽ കുറച്ച് 1/2 കപ്പിന് അളവിന് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം കഴുകി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, എന്ന് വെച്ചാൽ മുരിങ്ങയില നല്ലോണം വെള്ളം വിടുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ചക്കക്കൊരു 3 വിസിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം നമുക്ക് നമ്മളെ കറി ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് നേരം അടച്ച് വയ്ക്കാം കേട്ടോ. നല്ലോണം തിളച്ച് വന്ന സമയത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ചൂട് ചോറിൻ്റെ ഒപ്പം അച്ചാറും പപ്പടം വെച്ച് തിന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, അടിപൊളി ഫ്ലേവറാണ് കേട്ടോ. നല്ല